റഹീം. കല്യാണം കഴിക്കുമ്പോഴേ നിക്കാഹിന്റെ സദസ്യസ്ഥാൻ വരെ ചിലപ്പോൾ ചൊല്ലി കൊടുക്കും അല്ലേ, ഉസവ്വിജുക ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി, എൻ്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാണ്. പെണ്ണിന്റെ വാപ്പ പറയാണ്, എന്താ പറയണത്? അലാ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു പറഞ്ഞതനുസരിച്ച്. ഇതൊരു നിക്കാഹാൻ, അള്ളാഹ് പറഞ്ഞതാണ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ, ഞാൻ ചെയ്തു തരാണ്. ബി ഇംസാക്കിൻ ബി മഅറൂഫ്, എൻ്റെ മോളെ നല്ല നിലക്ക് നീ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കണം. ഔ തസ്രീഹിം ബി ഇഹ്സാൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാക്കരുത്, കയറില്ലാതെ കെട്ടിടരുത്. തസ്രീഹിൻ ബി ഇഹ്സാൻ, നല്ല നിലക്ക് എൻ്റെ മോളെ എന്നിലേക്ക് നീ ഏൽപ്പിച്ചു തരണം. അപ്പം നിന്നെ ഏൽപ്പിക്കുകയാണ്, നിന്നെ കൊണ്ട് എൻ്റെ മോളെ നോക്കാൻ പറ്റൂല എന്നൊരവസ്ഥ വരികയാണെങ്കിൽ എൻ്റെ മോളെ ബുദ്ധിമുട്ടാക്കരുത്, എൻ്റെ മോളെ എന്നിലേക്ക് നീ ഒഴിവാക്കി തരണം. ഉസർരിഹുകുന്ന സറാഹൻ ജമീല എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണത്. തസ്രീഹിം ബി ഇഹ്സാൻ. എന്നിട്ടാ പിന്നെ സവ്വജ്തുക വഅൻകഹ്തുക ബിൻതി, എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാണ്. അപ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കതാണ്, എൻ്റെ മോൾക്ക് ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടല്ല നിന്നെ ഏൽപ്പിക്കുന്നത്. എൻ്റെ വീട്ടിൽ വെക്കുന്ന കഞ്ഞിയിലും ചോറിലും ഒരല്പം അരിയിട്ട് കഴിഞ്ഞാൽ അവൾക്കും കൂടെയുള്ള ചോറും കഞ്ഞൊക്കെ അത് ഉണ്ടാകും. പക്ഷേ നിക്കാഹ് സുന്നത്തും എൻ്റെ ഹബീബിൻ്റെ ചര്യയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീഅത്തിൻ്റെ ഭാഗവുമാണ്. അതുകൊണ്ട് എൻ്റെ മോളെ നിന്നെ ഞാൻ ഏൽപ്പിക്കാൻ, നിനക്ക് എന്തെങ്കിലും എൻ്റെ മോളെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ ബുദ്ധിമുട്ടാക്കരുത്, നല്ല നിലക്ക് ഒഴിവാക്കി തരണം, ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരു വാപ്പയുടെ നെഞ്ചിൻ്റെ കരങ്ങളാണ് ശരിക്ക് നിക്കാഹിൽ കൈവച്ച് കൊടുക്കുന്നത് എന്നാ. ഇതൊക്കെ പുതിയാപ്പിളാരെ മനസ്സിലാക്കണം എന്താണ് ഈ പറയണത്. അവിടെ ചെന്നിട്ട് എന്താ എൻ്റെ വാപ്പ തന്നത് എന്ന് ചോദിച്ച് നടക്കാൻ നിൽക്കണ്ട. വാപ്പ തന്നത് ഓളെ തന്നെയാണ്, അവളെയാണ് തന്നത്, ബാക്കി നീ അങ്ങോട്ട് കൊടുക്കാനുള്ളതാ. അവൾക്ക് മഹർ നീ കൊടുക്കണം, ചെലവ് നീ. വാപ്പൻ്റെ എന്താ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് ചെലവ് കൊടുക്കാനാ. ആ ചെലവ് കൊടുക്കാൻ കഴിയുന്ന ആളോടെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ഇത് പെണ്ണിന് അല്ലാഹുവിൻ്റെ ദീന് കൊടുത്ത വലിയൊരു അഭിമാനമാണ്. അവൾക്കുള്ള ഭക്ഷണം അവളുടെ കയ്യിലേക്ക്, അവളുടെ വസ്ത്രം, അവളുടെ താമസം എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അവളെ സ്വീകരിക്കുക. എത്ര മനോഹരമാണ് ശരീഅത്തിന്റെ രീതി എന്നറിയോ. അതിൻ്റെ പിന്നിലെ പൈസയും കാറും അതും ഇതും കച്ചവടത്തിലെ ഷെയറും ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. വാപ്പ തന്നാ കിട്ടി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കല്യാണം കഴിച്ചത് പെണ്ണിനെയാണ്, അവരുടെ മോളെയാണ്, വാപ്പൻ്റെ പൈസയല്ല. ഉസർരിഹുകുന്ന സറാഹൻ ജമീല, നല്ല നിലക്ക് ഒഴിവാക്കി തരാം. പുണ്യനബി തങ്ങൾ ഈ ആയത്തോട് ഓതി കൊടുത്തു.